മൂന്നാം തവണയും അധികാരത്തിലെത്തുക എന്ന ലക്ഷ്യമിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന രണ്ടാം പിണറായി സർക്കാരിന് തുടർച്ചയായി തലവേദന സൃഷ്ടിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഇത്തരത്തിൽ അടിക്കടി ഉയരുന്ന വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ കളങ്കമായി മാറിയിരിക്കുകയാണ്. വകുപ്പ് നിരന്തരം വിവാദമാകുമ്പോൾ എല്ലാം പ്രതിസ്ഥാനത്ത് മന്ത്രി വീണ ജോർജ് ആണ്. തൊടുന്നതെല്ലാം വിവാദം എന്നതാണ് വീണ ജോർജിന്റെ ശാപം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപര്യാപ്തതകളെക്കുറിച്ച് യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ തുറന്നു പറച്ചിലിന് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് യുവതി മരിച്ചതോടെ മന്ത്രി വീണ ജോർജ് പത്മവ്യൂഹത്തിലാണ്. ഒന്നാം പിണറായി സർക്കാരിനെ തുടർ ഭരണത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് ആരോഗ്യവകുപ്പാണ്. കെ ശൈലജ ടീച്ചർ മാറി വീണ ജോർജ് മന്ത്രിയായപ്പോൾ ഇவ்விധം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വീണ ജോർജിന് ഭരണപരിചയമില്ലാത്തതാണ് പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാകാൻ കാരണമെന്നും വകുപ്പിൽ മന്ത്രിക്ക് റോളില്ലെന്നും പ്രൈവറ്റ് സെക്രട്ടറിയാണ് വകുപ്പ് ഭരിക്കുന്നതുമെന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. AKG സെന്ററിലെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ഭരണ തുടർച്ചയ്ക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ നെടുംതൂണായിരുന്ന ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തെ മുഴുവൻ ആശങ്കയിലാക്കിക്കൊണ്ട് നിപ്പ വൈറസും കോവിഡും പടർന്നപ്പോൾ പോലും ആരോഗ്യവകുപ്പിന് സൽപ്പേരുണ്ടാക്കിയ മന്ത്രിയാണ് കെ ശൈലജ. എന്നാൽ രണ്ടാം സർക്കാരിൽ ആരോഗ്യവകുപ്പിന്റെ ചുമതല വീണ ജോർജ് ഏറ്റെടുത്തതു മുതൽ വിവാദങ്ങൾ ഉയരുകയാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി സാധാരണക്കാർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ചികിത്സാ പിഴവുകളും മരണങ്ങളിലും തുടങ്ങി ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. സർക്കാരിന്റെ മരുന്ന് സംഭരണ കമ്പനിയായ KMSCL ഗോഡൌണുകളിൽ ഉണ്ടായ തീപിടുത്തങ്ങൾ, ഇനിയും തീരാത്ത മരുന്നുക്ഷാമം, ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം, വകുപ്പ് മേധാവിയുടെ തുറന്നു പറച്ചിൽ, ഒരാളുടെ മരണത്തിനിടയാക്കിയ കോട്ടയത്തെ അനാസ്ഥ എന്നിവ അതിൽ ചിലത് മാത്രമാണ്. കോട്ടയത്തെ അപകടത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വീണ ജോർജ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രാജിയെ രാഷ്ട്രീയാവശ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാമെങ്കിലും സമീപകാലത്ത് ആരോഗ്യവകുപ്പിനെ ചുറ്റിപ്പറ്റി ഉയർന്ന വിവാദങ്ങൾ സർക്കാരിന്റെ തുടർഭരണ മോഹങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തുമെന്നതിൽ സംശയമില്ല. ഇത്തരത്തിൽ വകുപ്പിനെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉയരുന്നതിൽ ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് കടുത്ത എതിർപ്പുണ്ട്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ CPI അക്കാര്യം പരസ്യമായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കേരള മാതൃക, കേരളം ഒന്നാമത് തുടങ്ങിയ നേട്ടങ്ങളിൽ അഭിരമിക്കുകയാണ് മറ്റു വകുപ്പുകളെ പോലെ ആരോഗ്യവകുപ്പും ചെയ്യുന്നത്. ഈ PR പരിപാടിക്കിടയിൽ വകുപ്പിൽ ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങൾ മറന്നുപോകുന്നു എന്നാണ് ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോഴിതാ വിവാദങ്ങളോടുള്ള മന്ത്രിയുടെ സമീപനവും വിമർശനമാവുകയാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങളോടുള്ള മന്ത്രിയുടെ പ്രതികരണവും പലപ്പോഴും പ്രശ്നം രൂക്ഷമാക്കാൻ കാരണമാവുകയാണ്. ഒപ്പം നിൽക്കുന്നുവെന്ന് വിശ്വാസമുള്ള ചില മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും ഉപയോഗിച്ച് നടത്തുന്ന പ്രതിരോധവും പലപ്പോഴും പച്ചയായ വെള്ളപൂശലായി തരം താണു പോകുന്നതാണ് കാണുന്നതെന്നും മുന്നണി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്ത് വിശ്വസിച്ചാണ് ജനങ്ങൾ സർക്കാർ ആശുപത്രികളിലേക്ക് പോവുക? ഒന്നെങ്കിൽ ഡോക്ടർമാരുടെ അനാസ്ഥ, ഉപകരണക്ഷാമം, മരുന്നുകളുടെ ലഭ്യതക്കുറവ്, അതുമല്ലെങ്കിൽ ആശുപത്രി കെട്ടിട തകർച്ച, രണ്ടായാലും മരണമുറപ്പ്. ജനങ്ങളോട് നേരിട്ട് ബന്ധപ്പെടുന്ന വകുപ്പ് എന്ന നിലയിൽ കൂടുതൽ ജാഗ്രതയോടും പ്രതിബദ്ധതയോടുമുള്ള പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.